നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു. ഒരു കാര്യം പോലും ഇതിൽ പറയുന്ന ഒരു വസ്തുത പോലും വിട്ടുപോകാതെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് കേൾക്കുമ്പോൾ അത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ്, അതിൻ്റെ PDF നോട്ട്സ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യം നമുക്ക് ഒരു സന്നദ്ധ സംഘടനയിൽ നിന്ന് തുടങ്ങാം. ആ സന്നദ്ധ സംഘടനയുടെ പേര് അഗരം ഫൗണ്ടേഷൻ എന്നാണ്. അഗരം ഫൗണ്ടേഷൻ. ഈ സന്നദ്ധ സംഘടന പ്രവർത്തിച്ചു വരുന്നത് ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് അഗരം ഫൗണ്ടേഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം തമിഴ്നാട് എന്നുള്ളതാണ്. ഏതാണ്? തമിഴ്നാട്. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ്. നല്ല ഒരു ചോദ്യമായിരിക്കും. പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം സൂര്യയാണ് അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സന്നദ്ധ സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അഗരം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളൊക്കെ വന്നിരുന്നു. ആൾക്കാർക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകിയ വാർത്തകളായിരുന്നു. അഗരം ഫൗണ്ടേഷൻ എന്താണ് ചെയ്തു വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളതോ ഏതെങ്കിലും വിധത്തിൽ പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ളതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് അവർക്ക് മികച്ച ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അഗരം ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലൂടെ ഒരുപാട് കുട്ടികൾക്ക് മികച്ച കരിയർ ഉണ്ടാക്കി കൊടുക്കാൻ അഗരം ഫൗണ്ടേഷന് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കുക. അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അഗരം ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരം സൂര്യയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. 2023-24 വാർഷിക വ്യവസായ സർവേ റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചു. 2023-24 വാർഷിക വ്യവസായ സർവേ റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം തയ്യാറാക്കുന്ന 2023-24 വാർഷിക വ്യവസായ സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ വ്യാവസായിക വളർച്ചയിലും തൊഴിൽ വളർച്ചയിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള പദവി ഏത് സംസ്ഥാനത്തിനാണ് ലഭിച്ചിരിക്കുന്നതെന്നറിയാമോ? തമിഴ്നാടിനാണ്, അല്ലേ? അപ്പോൾ 2023-24 വാർഷിക വ്യവസായ സർവേ റിപ്പോർട്ട് പ്രകാരം എന്താണ്? വ്യവസായ വളർച്ചയിലും തൊഴിൽ വളർച്ചയിലും ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? അത് തമിഴ്നാടാണ് എന്നുള്ളത് ഓർക്കുക. നമ്മുടെ പരീക്ഷയുടെ സിലബസിലെല്ലാം തൊഴിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെയൊക്കെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം 2025 പ്രസിദ്ധീകരിച്ച വാർഷിക വ്യവസായ സർവേ റിപ്പോർട്ട് പ്രകാരം തൊഴിൽ വളർച്ചയിലും വ്യവസായ വളർച്ചയിലും മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു കാര്യം അറിയാം. നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം, അല്ലേ? പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ്. അത് കൊച്ചി വിമാനത്താവളം അഥവാ നെടുമ്പാശ്ശേരി വിമാനത്താവളം അഥവാ സിയാൽ വിമാനത്താവളം, അല്ലേ?
അതുപോലെ ഇപ്പോൾ പുതിയൊരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ നിയമസഭാ മന്ദിരം, ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ നിയമസഭാ മന്ദിരം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ഡൽഹി നിയമസഭാ മന്ദിരമാണ്. ഡൽഹി നിയമസഭാ മന്ദിരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ നിയമസഭാ മന്ദിരം ഏതെന്ന് ചോദിച്ചാൽ ഡൽഹി നിയമസഭാ മന്ദിരമാണ്. ഡൽഹി നിയമസഭാ മന്ദിരവുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് 2025, ആൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് 2025 വേദിയായ നിയമസഭാ മന്ദിരം ഏതാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും ഡൽഹി നിയമസഭാ മന്ദിരമാണ്. എന്താണ് ആൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് 2025? നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാണ്? അമിത്ഷായുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരുടെയും ഡെപ്യൂട്ടി സ്പീക്കർമാരുടെയും ഒരു സമ്മേളനം 2025 ഓഗസ്റ്റിൽ സംഘടിപ്പിക്കപ്പെട്ടു. അത് സംഘടിപ്പിക്കപ്പെട്ടത് ഏത് നിയമസഭാ മന്ദിരത്തിൽ വച്ചാണ്? അതാണ് ചോദ്യം. അതാണ് എന്താണ് പറഞ്ഞത്? ആൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് 2025. അതിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ഡൽഹി നിയമസഭാ മന്ദിരമാണ്. അപ്പോൾ ഡൽഹി നിയമസഭാ മന്ദിരവുമായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ പഠിച്ചു, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ഇന്ത്യയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ, ഭക്ഷ്യശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ കാർഷിക ശാസ്ത്രജ്ഞൻ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഭാരതരത്ന ജേതാവ് കൂടിയായിട്ടുള്ള ഒരു സസ്യശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർഷിക ശാസ്ത്രജ്ഞൻ്റെ എന്താണ് ജന്മദിനമാണ്. ആരുടെ ജന്മദിനമാണ് എന്ന് ചോദിച്ചാൽ ആരുടെ ജന്മദിനമാണ്? MS സ്വാമിനാഥൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 7. അപ്പോൾ MS സ്വാമിനാഥൻ്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 7 ഈ അടുത്ത കാലത്ത്, അതായത് 2025 ഓഗസ്റ്റിൽ ഒരു സംസ്ഥാനം സുസ്ഥിര കാർഷിക ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഏത് സംസ്ഥാനമാണ് MS സ്വാമിനാഥൻ്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 7 സുസ്ഥിര കാർഷിക ദിനമായിട്ട് 2025 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ്, അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 7 എന്താണ്? സുസ്ഥിര കാർഷിക ദിനമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. ആരുടെ ജന്മദിനം? MS സ്വാമിനാഥൻ്റെ ജന്മദിനം. ശരി, അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. MS സ്വാമിനാഥൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. ഭാരതരത്ന 2024 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പുരസ്കാരമാണ് MS സ്വാമിനാഥൻ അന്താരാഷ്ട്ര പുരസ്കാരം. MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന അന്താരാഷ്ട്ര പുരസ്കാരം. ആദ്യമായിട്ടാണ് MS സ്വാമിനാഥൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം. അതാദ്യമായിട്ടാണ് കൊടുത്തതും. ഏത് കൊല്ലം? 2025. അപ്പോൾ പ്രസിദ്ധ ഭക്ഷ്യശാസ്ത്രജ്ഞനായിട്ടുള്ള കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള MS സ്വാമിനാഥനോടുള്ള ബഹുമാനാർത്ഥം ഭാരത സർക്കാർ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പുരസ്കാരമാണ് MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന അന്താരാഷ്ട്ര പുരസ്കാരം. അതൊരു ദേശീയ പുരസ്കാരമായിട്ടല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്, അന്താരാഷ്ട്ര പുരസ്കാരമായിട്ടാണ്. അതായത് വിദേശത്തുള്ളവർക്കും എന്ത് ചെയ്യും? ഈ പുരസ്കാരം ലഭിക്കും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന അന്താരാഷ്ട്ര പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഒരു നൈജീരിയൻ ശാസ്ത്രജ്ഞനാണ്, പ്രൊഫസർ അഡമോള അഡൻല. പ്രൊഫസർ അഡമോള അഡൻല എന്ന് പറയുന്ന നൈജീരിയൻ ശാസ്ത്രജ്ഞനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെ: കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ നൈജീരിയൻ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ പ്രൊഫസർ അഡമോളെ അഡൻല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. MS സ്വാമിനാഥൻ, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ,
അല്ലെ, ഒരു പുസ്തകമാണ് MS സ്വാമിനാഥൻ, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ആ പുസ്തകം രചിച്ചതാരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിയംവദ ജയകുമാർ. അല്ലെ, MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്ന ആരാണ്? അത് പ്രിയംവദ ജയകുമാറാണ്. അതുകൂടെ ഒന്ന് ഓർത്തോണം, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വന്ദേ ഭാരത് റെയിൽ റൂട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ആദ്യത്തെ വന്ദേ ഭാരത് റെയിൽ റൂട്ട് ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സുധാംശു മണിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് റെയിൽ റൂട്ട് അത് ഡൽഹി മുതൽ വാരണാസി വരെയായിരുന്നു. ഡൽഹിക്കും വാരണാസിക്കും ഇടയ്ക്കുള്ള റെയിൽ റൂട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് റെയിൽ റൂട്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വന്ദേ ഭാരത് റെയിൽ റൂട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വന്ദേ ഭാരത് റെയിൽ റൂട്ട് ഈ അടുത്ത കാലത്ത്, അതായത് 2025 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏതാണ് ആ റെയിൽ റൂട്ട് എന്ന് ചോദിച്ചാൽ അത് ഏത് റെയിൽ റൂട്ടാണ്? നാഗ്പൂർ പൂനെ റെയിൽ റൂട്ട്. ഏതാണ്? നാഗ്പൂർ പൂനെ റെയിൽ റൂട്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് റെയിൽ റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ ഡൽഹി വാരണാസി റെയിൽ റൂട്ടാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വന്ദേ ഭാരത് റെയിൽ റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ പൂനെ റെയിൽ റൂട്ടാണ് എന്ന് ഓർക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ വേറെ രീതിയിൽ പഠിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ എക്കോസിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചതാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് അല്ലേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിത ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്, മഹാരാഷ്ട്ര അല്ലേ. അപ്പോൾ തെരുവോരത്തുള്ള ഈ പറഞ്ഞ കച്ചവടമാണ്, പക്ഷേ അത് വളരെ വൃത്തിയുള്ള സാഹചര്യത്തിലുള്ള ഒരു കച്ചവടമാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾ വഴിയുള്ള കച്ചവടമാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങളാണ് ആ പറഞ്ഞ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അത് വനിതാ സ്വയം സഹായ സംഘങ്ങളാണ് നടപ്പിലാക്കുന്നത്. അത് വനിതാ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വനിതകളുടെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബിന് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിത ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരെന്നറിയാമോ? അത് പീയൂഷ് ഗോയലാണ്. ആരാണ് പീയൂഷ് ഗോയൽ? കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ്. അതായത് നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടിയല്ല, അത് വളരെ ഗൗരവമുള്ള പരിപാടിയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ്. ആ വാണിജ്യ മന്ത്രിയുടെ പേര് കൂടി പഠിച്ചു വയ്ക്കണം, പീയൂഷ് ഗോയൽ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുരസ്കാരത്തിലോട്ട് വരാം. UNDP ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ്. UNDP ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ് എന്താണ് ഈ അവാർഡ്? ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് UNDP ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ്. എങ്ങനെയാണ് പറഞ്ഞത്? ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഏത്? UNDP ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ്.
2025 ഈ പറഞ്ഞ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലുള്ള ഒരു വനിതാ സ്വയം സഹായ സംഘത്തിനാണ്. 2025 ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള നോബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന UNDP ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വനിതാ സ്വയം സഹായ സംഘത്തിനാണ്. ആ വനിതാ സ്വയം സഹായ സംഘത്തിൻ്റെ പേര് ഒന്ന് പഠിച്ചു വച്ചേക്കണം. ബീബി ഫാത്തിമ വനിതാ സ്വയം സഹായ സംഘം. ബീബി ഫാത്തിമ വനിതാ സ്വയം സഹായ സംഘം കർണാടകയിലുള്ള ഒരു സ്വയം സഹായ സംഘമാണ്. വനിതാ സ്വയം സഹായ സംഘമാണ് ബീബി ഫാത്തിമ വനിതാ സ്വയം സഹായ സംഘം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള നോബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന UNDP എന്താണ് ഇക്വേറ്റർ ഇനിഷ്യേറ്റീവ് അവാർഡ് 2025 നേടിയ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ സ്വയം സഹായ സംഘം ഏത് എന്ന് ചോദിച്ചാൽ ബീബി ഫാത്തിമ വനിതാ സ്വയം സഹായ സംഘം കർണാടക. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖം അല്ലേ. ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ അതിർത്തി കടന്ന് എത്തിയത് എന്താണ്? ഡ്രോണുകളാണ്. എല്ലാത്തിനെയും നമ്മൾ നിർവീര്യമാക്കിയെങ്കിലും പുതിയ ലോകത്ത് ഡ്രോണുകളാണ് പുതിയ ആയുധം അല്ലേ. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഒരു തുറമുഖമുണ്ട്. ഏതാണ്? കാണ്ഡ്ല തുറമുഖം. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ആൻറ്റി ഡ്രോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തുറമുഖത്ത് വിന്യസിക്കപ്പെട്ടു. ഏത് തുറമുഖത്ത് എന്ന് ചോദിച്ചാൽ അത് കാണ്ഡ്ല തുറമുഖത്താണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആൻറ്റി ഡ്രോൺ സംവിധാനം, അതായത് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വരുന്നത് ഏത് തുറമുഖത്താണ് എന്ന് ചോദിച്ചാൽ കാണ്ഡ്ല തുറമുഖം. നമുക്കറിയാം കാണ്ഡ്ല തുറമുഖം എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ. ഗുജറാത്തിലാണ് കാണ്ഡ്ല തുറമുഖം. ദീനദയാൽ ഉപാധ്യായ തുറമുഖം. ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന തുറമുഖമാണ് ഏത്? കാണ്ഡ്ല തുറമുഖം. ഒരു വേലിയേറ്റ തുറമുഖമാണെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖവും ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖം അഥവാ കാണ്ഡ്ല തുറമുഖമാണ്. അപ്പോൾ ആ കാണ്ഡ്ല തുറമുഖത്തിലാണ് എന്താ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ സംവിധാനം ഏത് തുറമുഖത്ത് വരുന്നു? കാണ്ഡ്ല തുറമുഖത്ത് വരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ആൻറ്റി ഡ്രോൺ തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാണ്ഡ്ല തുറമുഖം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലോട്ട് വരാം. ആ പദ്ധതിയാണ് P4 പോവർട്ടി. നല്ല ഒരു പദ്ധതിയാണ്. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് P4 പോവർട്ടി. സാധാരണഗതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെല്ലാം കേന്ദ്രമോ സംസ്ഥാനമോ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നത് ഒന്നുകിൽ സംസ്ഥാനമായിരിക്കും, കേന്ദ്രമായിരിക്കും. പക്ഷേ ഈ പദ്ധതിയിൽ P4 പോവർട്ടി എന്ന് പറയുന്ന ഈ പദ്ധതി പൊതുജന പങ്കാളിത്തത്തോടെ, സ്വകാര്യ പങ്കാളിത്തത്തോടെ, സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതായത് ജനങ്ങളുടെയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെയും പങ്കാളിത്തത്തോട് നടപ്പിലാക്കുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് P4 പോവർട്ടി അല്ലേ. അപ്പോൾ എല്ലാ പൗരനും എന്താണ് ഈ രാജ്യത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ പറഞ്ഞ് പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു സംസ്ഥാനത്ത് നടക്കുന്നു. ആ സംസ്ഥാനം ആ പദ്ധതിക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്നു P4 പോവർട്ടി. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ചോദ്യം. P4 പോവർട്ടി എന്ന് പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ആന്ധ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിനും വനിതകളുടെ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനവും ഏതാണ്? അതും ആന്ധ്രാപ്രദേശാണ്.
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു. വനിതകളുടെ ശാക്തീകരണത്തിനും അതുപോലെ തന്നെ വനിതകളുടെ സ്വയം സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സിത ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം അത് തെലങ്കാന ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. തെലങ്കാനയാണ് സിത ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് സ്ത്രീ ശാക്തീകരണത്തിനായിട്ട്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് ആന്ധ്രാപ്രദേശാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? P4 പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അത് നടപ്പിലാക്കുന്നതും ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്, വിശാഖപട്ടണത്താണ് അല്ലെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 ഓഗസ്റ്റിൽ നമ്മൾ പത്രമൊക്കെ നോക്കുമ്പോൾ നിറഞ്ഞു നിന്ന വാർത്തയാണ് മിന്നൽ പ്രളയം അല്ലെ. മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് മിന്നൽ പ്രളയം ഉണ്ടായെന്നും അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായെന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അതിലൊരു ഗ്രാമമാണ്, അങ്ങനെ മിന്നൽ പ്രളയം ഉണ്ടായി ഒരുപാട് നാശനഷ്ടമുണ്ടായ ഒരു ഗ്രാമമാണ് ധരാലി ഗ്രാമം. ഈ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായി മിന്നൽ പ്രളയമുണ്ടായ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ്. ധരാലി ഗ്രാമം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ 2025 മേഘവിസ്ഫോടനം, പിന്നെ അത് കഴിഞ്ഞിട്ട് മിന്നൽ പ്രളയം ഉണ്ടായ ധരാലി എന്ന് പറയുന്ന ഗ്രാമം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 101%. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി. ഈ അടുത്ത കാലത്താണ് അതിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത്. എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി. വേണമെങ്കിൽ ഇന്ത്യയിലെ എന്നുള്ളത് മാറ്റിയിട്ട് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഏതാണ് ആ ചരക്ക് തീവണ്ടി എന്ന് ചോദിച്ചാൽ ആ തീവണ്ടി കൊടുത്തിരിക്കുന്ന പേരാണ് രുദ്രാസ്ത്ര. എന്താണ്? രുദ്രാസ്ത്ര. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതെന്ന് ചോദിച്ചാൽ രുദ്രാസ്ത്ര എന്ന് പറയുന്ന ചരക്ക് തീവണ്ടിയാണ്. ഇതിനകത്തുള്ള രസം എന്താണെന്ന് അറിയാമോ? ആ ചരക്ക് തീവണ്ടിയുടെ നീളമാണ്. ആ ചരക്ക് തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് 4.5 കിലോമീറ്ററാണ്. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്ക്, 4.5 കിലോമീറ്ററാണ് ആ ചരക്ക് തീവണ്ടിയുടെ നീളം. അപ്പോൾ നമ്മൾ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു, ഈ ചരക്ക് തീവണ്ടി വരുന്നു, അത് പോകുന്നു എന്നുള്ളത് ചിന്തിക്കുക. ഏതാണ്ട് ഒരു 40-50 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഈ തീവണ്ടി സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്ര സമയം കൊണ്ടായിരിക്കും ആ തീവണ്ടി നമ്മളെ കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല ഒരു ചോദ്യമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏതെന്ന് ചോദിച്ചാൽ രുദ്രാസ്ത്രയാണ്. രുദ്രാസ്ത്ര 7 എഞ്ചിൻ കൊണ്ടാണ് ഈ പറഞ്ഞ ചരക്ക് തീവണ്ടി ഓടുന്നത്. എത്ര എഞ്ചിൻ? 7 എഞ്ചിൻ കൊണ്ടാണ് ഈ ചരക്ക് തീവണ്ടി ഓടുന്നത്. അപ്പോൾ ഈ ചരക്ക് തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം ഈ അടുത്ത കാലത്ത് 2025 ഓഗസ്റ്റിൽ റെയിൽവേ നടത്തിയിരുന്നു. അങ്ങനെ വാർത്തകളിൽ വന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് ഏത്? രുദ്രാസ്ത്ര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഒരു പാലം തകർന്നു വീണു. ഭയങ്കരമായിട്ട് വാർത്തകളിൽ വന്ന ഒരു പാലമാണ്. 20 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു അപകടം അല്ലേ. ഒരു പാലം തകർന്നു വീണു. പാലം തകർന്നു വീഴുക എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ 1985 നിർമ്മിച്ച് 2025 ഒരു പാലം തകർന്നു വീഴുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം 40 കൊല്ലം മാത്രമേ ആ പാലത്തിന് പഴക്കമുള്ളൂ അല്ലേ. ഇപ്പോൾ ഇവിടെ മുല്ലപ്പെരിയാറൊക്കെ നിർമ്മിച്ചിട്ട് എത്ര കാലമായി? ആ പറഞ്ഞ സാധനമൊക്കെ ഇപ്പോഴും അവിടെ നിപ്പുണ്ട്. അപ്പം 40 കൊല്ലം മുമ്പേ പണിത ഒരു പാലം, ജനങ്ങളുടെ ഈ പറഞ്ഞ നികുതി പണം കൊണ്ട് പണിത ഒരു പാലം പൊളിഞ്ഞു വീഴുകയും അതിൻ്റെ ഫലമായിട്ട് 10-25 പേര് കൊല്ലപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ആ പാലം എവിടെയാണ്? ഗുജറാത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ പേരാണ്
കോമഡി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗംഭീര പാലം. ഏതാണ് ആ പാലത്തിൻ്റെ പേരാണ് ഏത്? ഗംഭീര എന്ന പേരിലുള്ള പാലം. അപ്പോൾ 1985 നിർമ്മിച്ച് 2025 തകർന്നു വീണ ഗംഭീര എന്ന് പറയുന്ന കോമഡി പാലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ 2025 നമ്മുടെ പ്രധാനമന്ത്രി ഒരു പാലം ഉദ്ഘാടനം ചെയ്തു. ഏതാണ് ആ പാലം എന്ന് ചോദിച്ചാൽ ആന്ധാ സിമാരിയ പാലം. ആന്ധാ സിമാരിയ പാലം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് അല്ലേ? പുതിയൊരു വന്ദേ ഭാരത് റെയിൽ റൂട്ട്, അതുപോലെ തന്നെ ഒരുപാട് പാലങ്ങൾ, പിന്നെ അത് കഴിച്ചിട്ട് പുതിയ ടെക്നോളജിയിലുള്ള റോഡുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് ആന്ധാ സിമാരിയ പാലം. ഈ ആന്ധാ സിമാരിയ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു 2025 ഓഗസ്റ്റിൽ. ഈ ആന്ധാ സിമാരിയ പാലം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. അപ്പോൾ 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആന്ധാ സിമാരിയ പാലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ബീഹാറിൽ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടക്കും. ബീഹാറിൽ അടുത്ത് തന്നെ എന്ത് നടക്കാൻ പോകുന്നുണ്ട്? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികം. ശരി, അടുത്തത് വേറൊരു പോയിന്റിലോട്ട് വരാം. ഏഷ്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന സ്പീഷീസ് സർവൈവൽ സെൻറ്റർ. എങ്ങനെയാണ് പറഞ്ഞത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന സ്പീഷീസ് സർവൈവൽ സെൻറ്റർ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏഷ്യൻ ആന അല്ലേ, ആഫ്രിക്കൻ ആന. അത് രണ്ടും രണ്ടാണ്. ഏഷ്യൻ ആന വേറൊരു സ്പീഷീസും ആഫ്രിക്കൻ ആന വേറൊരു സ്പീഷീസുമാണ്. ഏഷ്യൻ ആന എന്ന് പറയുന്നത് ഇപ്പോൾ എണ്ണം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 10-28,000 ഈ പറഞ്ഞ ആനകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ ആനകളുള്ളത് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. എന്തായാലും ഏഷ്യൻ ആനകളുടെ എണ്ണം പൊതുവിൽ കുറഞ്ഞു വരികയാണ്. 10-28,000 30,000 താഴെ ആനകൾ മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളൂ. അപ്പോൾ അധികം താമസിയാതെ പടമായി പോകാൻ സാധ്യതയുള്ള ഒരു ജീവി വർഗമാണ് ഏത്? ആന അല്ലേ? അപ്പോൾ ഈ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്തോട്ട് നമുക്ക് ഏതിനെ കൊണ്ടുവയ്ക്കാം? ഏഷ്യൻ ആനകളെ കൊണ്ടുവയ്ക്കാം. ഏഷ്യൻ ആനകൾക്ക് വംശനാശം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും വംശനാശം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വംശനാശം സംഭവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ടല്ലോ, അതാണ് ചുവന്ന വിവരങ്ങളുടെ പുസ്തകം അഥവാ റെഡ് ഡാറ്റ ബുക്ക് അല്ലേ? IUCN എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഏത്? ചുവന്ന വിവരങ്ങളുടെ പുസ്തകം. ആ ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ പല തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിലൊരു തരം തിരിവാണ് ലീസ്റ്റ് കൺസേൺ. വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൾണറബിൾ, ദുർബലമായി കൊണ്ടിരിക്കുന്ന വിഭാഗം. എൻഡാഞ്ചേർഡ്, തീവ്രമായിട്ടുള്ള വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്, ഉടനെ തന്നെ പടമാകും, 10-100 എണ്ണമേ ഇപ്പോൾ ഉള്ളൂ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. അപ്പം അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ IUCN സ്റ്റാറ്റസ് പ്രകാരം എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ജീവി സ്പീഷീസാണ് ഏത്? ഏഷ്യൻ ആന. അപ്പോൾ അങ്ങനെയുള്ള ഏഷ്യൻ ആനകളുടെ, ഏഷ്യൻ ആന സ്പീഷീസിൻ്റെ സർവൈവൽ സെൻറ്റർ ലോകത്തിൽ തന്നെ അത് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് നിലവിൽ വരുന്നു. ഒരു സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ടുവരുന്നു. ഏതാണ് ആ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഒഡീഷയിൽ ഭുവനേശ്വർ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ലോകത്തെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന സ്പീഷീസ് സർവൈവൽ സെൻറ്റർ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. എവിടെയാണ്? ഒഡീഷയിൽ ഭുവനേശ്വറിന് അടുത്താണ്. അപ്പോൾ IUCN സ്റ്റാറ്റസ് പ്രകാരം ഏഷ്യൻ ആന എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ്? വൾണറബിൾ ആണോ? എൻഡാഞ്ചേർഡ് ആണോ? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് ആണോ? ലീസ്റ്റ് കൺസേൺ ആണോ എന്ന് ചോദിച്ചാൽ എൻഡാഞ്ചേർഡ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സിംലിപാൽ വന്യജീവി സങ്കേതം വാർത്തകളിലാണ്. സിംലിപാൽ വന്യജീവി സങ്കേതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അതും ഒഡീഷയിലാണ്. സിംലിപാൽ വന്യജീവി സങ്കേതം എവിടെയാണ്?
ഒഡീഷയിലാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ സിംലിപ്പാൽ വന്യജീവി സങ്കേതം കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാകുന്നത്? ഈ അടുത്ത കാലത്ത് ആ വന്യജീവി സങ്കേതത്തിൽ ഒരു കടുവയുടെ ചിത്രം ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയത് ലോകമൊഴുക്കുകയും പ്രചരിക്കുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ സിംലിപ്പാൽ വന്യജീവി സങ്കേതത്തിൽ കറുത്ത കടുവകളുണ്ട്. എങ്ങനെയുള്ള കടുവകൾ? കറുത്ത കടുവകൾ, അല്ലെ? വെളുത്ത കടുവകളുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. എന്താണ് കറുത്ത കടുവകൾ? ഈ കടുവകളുടെ നിറവ്യത്യാസം വന്നതാണ്. ഈ നിറവ്യത്യാസത്തിന് കാരണം എന്താണ്? ജനിതകമായിട്ടുള്ള തകരാറാണ്. ജനിതകമായിട്ടുള്ള തകരാറുകൾ കൊണ്ട് കറുത്ത കടുവകൾ, അങ്ങനെയുള്ള കടുവകളെ കാണുന്ന ഇന്ത്യയിലെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് സിംലിപ്പാൽ വന്യജീവി സങ്കേതമാണ്. സിംലിപ്പാൽ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. വെളുത്ത കടുവകൾക്ക് പേര് കേട്ട എന്താണ്? ദേശീയ പാർക്ക്. വെളുത്ത കടുവകൾക്ക് പേര് കേട്ട ദേശീയ പാർക്കാണ് നന്ദൻകാന ദേശീയ പാർക്ക്. നന്ദൻകാന ദേശീയ പാർക്ക് എവിടെയാണ്? അതും ഒഡീഷയിലാണ്. സിംലിപ്പാൽ ദേശീയ പാർക്ക് കറുത്ത കടുവകൾക്ക് ഫേമസ്, അല്ലേ? അതേസമയം വെളുത്ത കടുവകൾക്ക് ഫേമസ് ആണ് ഏത്? നന്ദൻകാന ദേശീയ പാർക്ക്. അത് എവിടെയാണ്? ഒഡീഷയിലാണ്. അതേസമയം ശ്രദ്ധിക്കുക, സുന്ദർബൻസ് എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്. ഒരു കടുവാ സങ്കേതം കൂടിയാണ് സുന്ദർബൻസ് കടുവാ സങ്കേതം. സുന്ദർബൻസ് കടുവാ സങ്കേതം എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. എവിടെയാണ് സുന്ദർബൻസ് കടുവാ സങ്കേതം? അത് ബംഗാളിലാണ്, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം എന്ന് പറയുന്നത് നാഗാർജുന ശ്രീശൈലം കടുവാ സങ്കേതമാണ്. നാഗാർജുന ശ്രീശൈലം കടുവാ സങ്കേതം ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒരു കടുവാ സങ്കേതമാണ് നാഗാർജുന ശ്രീശൈലം കടുവാ സങ്കേതം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കടുവാ സങ്കേതം എന്നുള്ള ബഹുമതി ഈ അടുത്ത കാലത്ത് ലഭിച്ചത് ഏത് കടുവാ സങ്കേതത്തിനാണ് എന്ന് ചോദിച്ചാൽ, കാരണം കുറച്ച് പ്രദേശങ്ങൾ ആ കടുവാ സങ്കേതത്തിനോട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കടുവാ സങ്കേതമായിട്ട് ആ കടുവാ സങ്കേതം മാറി. ഏതാണ് ആ കടുവാ സങ്കേതം എന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻസ് കടുവാ സങ്കേതമാണ്. ഏതാണ്? സുന്ദർബൻസ് കടുവാ സങ്കേതം. ഈ സുന്ദർബൻസ് കടുവാ സങ്കേതം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻസ് കടുവാ സങ്കേതം ഏത് കടുവകൾക്ക് പ്രസിദ്ധമാണ്? റോയൽ ബംഗാൾ കടുവകൾക്ക് പ്രസിദ്ധമാണ്. റോയൽ ബംഗാൾ കടുവകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിലെ കടുവാ സങ്കേതമാണ് ഏത്? സുന്ദർബൻസ്, അല്ലെ? അതേസമയം നന്ദൻകാന ദേശീയ പാർക്ക്, ഒഡീഷയിലെ നന്ദൻകാന ദേശീയ പാർക്ക് ഏത് കടുവകൾക്കാണ്? വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമാണ്. അതേസമയം ജനിതക തകരാറ് കൊണ്ട് കറുത്ത നിറത്തിലുള്ള കടുവകൾ കാണപ്പെടുന്ന സിംലിപ്പാൽ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ്. അതേസമയം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഏഷ്യൻ ആന സ്പീഷീസ് സർവൈവൽ സെൻറ്റർ ഈ അടുത്ത കാലത്ത് ആരംഭിക്കാൻ ഉദ്ദേശിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്, ഭുവനേശ്വറിന് അടുത്താണ്. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇതെല്ലാം കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്, അല്ലേ? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്, അതായത് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ഈ പറഞ്ഞ സംരക്ഷിത പ്രദേശം, അതിനെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ 100-100ഓളം കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് ഏത്? നമ്മുടെ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. അതുപോലെ ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. ആദ്യം ഈ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണെന്നൊന്ന് പഠിച്ചു വയ്ക്കണം. നാഗാലാൻഡ്. സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? നാഗാലാൻഡ്, അല്ലേ? അപ്പോൾ സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് നാഗാലാൻഡ്. എങ്ങനെയാണ് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നത്? നമ്മുടെ രാജ്യത്ത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമാണ്. നമ്മൾ നേരത്തെ ഏഷ്യൻ ആനകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ മറ്റൊരു ജീവിവർഗമാണ് ഏഷ്യൻ ജയന്റ് ടോർട്ടോയിസ്, അതായത് ഏഷ്യൻ ഭീമൻ ആമകൾ. ഏഷ്യൻ ജയന്റ് ടോർട്ടോയിസ്, അതായത് ഏഷ്യൻ ഭീമൻ
ആമകൾ. ആ ഏഷ്യൻ ഭീമൻ ആമകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് ഏത്? സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ആമ സംരക്ഷണ പരിപാടിയുണ്ട്. ആ ആമ സംരക്ഷണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ജയൻറ്റ് ടോർട്ടോയ്സിനെയൊക്കെ ഈ അടുത്ത കാലത്ത് പുനരധിവസിപ്പിച്ചത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി റിസർവിലാണ്. ഏത് കമ്മ്യൂണിറ്റി റിസർവ്? സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ്. എവിടെയെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം അല്ലേ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്, കേരളം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ലബന്യ പർപ്പിൾ റൈസ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എന്താണ്? അരി ഇനമാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിത്തിനം, നെൽവിത്തിനമാണ് അല്ലെങ്കിൽ അരിയാണ്. ഏതെന്ന് പറയുന്നത്? ലബന്യ പർപ്പിൾ റൈസ്. അതിൻ്റെ നിറം അതാണ് പർപ്പിൾ നിറത്തിലുള്ള ഈ പറഞ്ഞ അരിയാണ്, റൈസാണ്. ഏത്? ലബന്യ പർപ്പിൾ റൈസ്. ലബന്യ പർപ്പിൾ റൈസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഈ പറഞ്ഞ എന്താണ്? നെൽവിത്തിനമാണ്. ഇത് ഏത് സംസ്ഥാനത്തെ കാർഷിക യൂണിവേഴ്സിറ്റിയാണ് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ആസാം കാർഷിക യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച ഒരു നെൽവിത്തിനമാണ് ലബന്യ പർപ്പിൾ റൈസ്. അപ്പോൾ ദേശീയ തലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ലബന്യ പർപ്പിൾ റൈസ് എന്ന് പറയുന്ന നെൽവിത്തിനം ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്തത് ഏത് സംസ്ഥാനത്തെ കാർഷിക സർവകലാശാലയാണെന്ന് ചോദിച്ചാൽ ആസാം കാർഷിക സർവകലാശാലയാണ് എന്ന് ഉത്തരം പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. ബൈറാബി സൈറാങ് റെയിൽവേ പാത. ബൈറാബി സൈറാങ് റെയിൽവേ പാത ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു റെയിൽ പാതയാണ് ബൈറാബി സൈറാങ് റെയിൽവേ പാത. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇന്നുവരെ ട്രെയിൻ എത്തിയിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഇന്നുവരെ ഇന്ത്യയിൽ എവിടെ എന്ത് സർവീസ് ഇല്ല? ട്രെയിൻ സർവീസ് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഏത്? മിസോറാം. പക്ഷേ മിസോറാമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഐസോളിനെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിച്ചു. അത് ബന്ധിപ്പിച്ചത് ഒരു റെയിൽ പാതയിലൂടെയാണ്. അത് ഏത് റെയിൽ പാത എന്ന് ചോദിച്ചാൽ ബൈറാബി സൈറാങ് റെയിൽ പാത. അപ്പോൾ ബൈറാബി സൈറാങ് റെയിൽ പാതയിലൂടെ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മിസോറാമാണ്. അപ്പോൾ മിസോറാമിലോട്ട് ഇപ്പോൾ എന്ത് വന്നു തുടങ്ങി? ട്രെയിൻ വന്നു തുടങ്ങി. മിസോറാമിലുള്ളവർക്ക് ഇനി യഥേഷ്ടം ഇന്ത്യയിലെ മറ്റ് റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഏത് സംസ്ഥാനത്താണ് ഈ അടുത്ത കാലത്തായിട്ട് റെയിൽവേ നെറ്റ്വർക്ക് വന്നത് എന്ന് ചോദിച്ചാൽ മിസോറാമിലാണ്. മിസോറാമിൻ്റെ ഐസ്വാൾ, അതിൻ്റെ ക്യാപിറ്റൽ ഐസ്വാളിനെ ബന്ധിപ്പിച്ചാണ് റെയിൽവേ നെറ്റ്വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റെയിൽ പാതയാണ് ഈ പറഞ്ഞ ബൈറാബി സൈറാങ് റെയിൽ പാത. ഈ അടുത്ത കാലത്ത് അത് ആര് ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബൈറാബി സൈറാങ് റെയിൽ പാത ശ്രദ്ധിച്ചു വയ്ക്കുക, മിസോറാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പലതുകൊണ്ടും പിന്നാക്കാവസ്ഥയിലാണ്. അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യമൊക്കെ കൊണ്ടാണ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല പല പ്രത്യേകതകളും പല പല കാരണങ്ങളും കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നാക്കാവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ട്രെയിൻ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മിസോറാമിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ള ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കാര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലും ഈ പിന്നാക്കാവസ്ഥ ആർക്കുണ്ട്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ISRO അവരുടെ ഒരു ലബോറട്ടറി എവിടെ തുടങ്ങി? ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് തുടങ്ങി. ISRO ആദ്യമായിട്ടാണ് അവരുടെ ഒരു ലബോറട്ടറി വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് തുടങ്ങുന്നത്. ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ISROയുടെ ഒരുപാട് ലബോറട്ടറികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ISROയുടെ ഒരു ലബോറട്ടറി ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അരുണാചൽ പ്രദേശ്. എന്തിനു വേണ്ടിയിട്ടാണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശാസ്ത്ര സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുക എന്നൊരു ഉദ്ദേശം കൂടി ആ സ്ഥാപനത്തിന് പിന്നിൽ ഉണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് ISRO ഒരു ലബോറട്ടറി ആരംഭിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിലോട്ട് വരാം. അതും ISROയുമായി ബന്ധപ്പെട്ടതാണ്. ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം. ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഹോപ്പ്. ഹോപ്പ് അല്ലേ? മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേരും എന്ത് തന്നെയാണ്? ഹോപ്പ് എന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അതല്ല വിഷയം. ഇവിടെ എന്ന് പറയുന്നത് ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം. ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? ഏതാണ്? ഹോപ്പ്. ഈ ദൗത്യം എവിടെയാണ് നടത്തുന്നത്? ഇത് നടത്തുന്നത് ഈ പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശത്താണ്. ഏത് സ്ഥലത്താണ് അത് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ലഡാക്കിലാണ്. ലഡാക്കിൽ ലേ എന്ന് പറയുന്ന സ്ഥലത്താണ് ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം അഥവാ ഹോപ്പ് നടത്തുന്നത്. എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിൽ എവിടെയാണ്? ലേയിലാണ് അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും കൂട്ടുകാർക്ക് ഒരു സംശയമുണ്ട്. എന്താണ് ISROയുടെ അനലോഗ് ബഹിരാകാശ ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഓരോരോ ഈ പറഞ്ഞ എന്താണ് ആകാശഗോളങ്ങളിലോട്ടൊക്കെയുള്ള യാത്രയിലാണ്. മനുഷ്യൻ പല ആകാശഗോളങ്ങളിലോട്ടും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ചന്ദ്രനിലോട്ട് നമ്മൾ പേടകത്തെ ഇറക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ ബഹിരാകാശത്തോട്ട് നമ്മളെ ആളെ അയക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചൊവ്വയിലോട്ടും അതുപോലെ തന്നെ ചന്ദ്രനിലോട്ടും ശുക്രനിലോട്ടും ഒക്കെ ആളെ അയക്കാനുള്ള ശ്രമങ്ങളൊക്കെ ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ ചെന്നാൽ അവിടുത്തെ സാഹചര്യം എന്തായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ എവിടെ ചെല്ലുകയാണ്? ചൊവ്വയിൽ ചെല്ലുകയാണ്. ചൊവ്വയിൽ ചെന്നാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും അനുഭവപ്പെടുക അല്ലേ? ഇപ്പം ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് പോയാൽ പോലും നമ്മുടെ ഈ പറഞ്ഞ ശാരീരിക അവസ്ഥയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തലകറക്കമുണ്ട്. അപ്പോൾ വേറൊരു ഗ്രഹത്തിൽ പോകുമ്പോൾ അവിടെ എന്തെല്ലാം വെല്ലുവിളികൾ മനുഷ്യനുണ്ടാവും? ആ പറഞ്ഞ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് ഏത്? ISROയുടെ അനലോഗ് ബഹിരാകാശ ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യൻ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടണം? ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ആ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഏത്? ലേ. ലഡാക്കിലെ ലേയിൽ സോക്കാർ വാലി എന്ന് പറയുന്ന ഒരു താഴ്വര പ്രദേശമുണ്ട്. സോക്കാർ വാലി, TSO, സോക്കാർ വാലി. സോക്കാർ വാലി എന്ന് പറയുന്ന ഒരു താഴ്വര പ്രദേശമുണ്ട്. ആ താഴ്വര പ്രദേശത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ചൊവ്വയിലെ ഉള്ളതുപോലെയാണ്. അപ്പോൾ സോക്കാർ വാലി എന്ന് പറയുന്ന താഴ്വര പ്രദേശത്ത് അവിടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ചൊവ്വയിൽ ചെന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ അനലോഗ് പരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ISROയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം, ആ ദൗത്യമാണ് ഹോപ്പ്. അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലഡാക്കിൽ ലേയിലാണ്. ലേയിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സോക്കോർ വാലി എന്ന് പറയുന്ന താഴ്വരയിൽ ാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഖേലോ ഇന്ത്യ ജല കായികമേള. 2025 ഖേലോ ഇന്ത്യ ജല കായികമേള നടത്തപ്പെട്ടത് എവിടെയാണ് എന്ന് നമ്മൾ മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? അത് ദാൽ തടാകത്തിലാണ്. ദാൽ തടാകം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലാണ് അല്ലേ? അപ്പോൾ 2025 ഖേലോ ഇന്ത്യ ജല കായികമേള നടന്നത് ദാൽ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീർ. അവിടെ നടന്ന കായികമേളയിൽ കിരീടം നേടിയത് ഏത് സംസ്ഥാനമാണെന്നറിയാമോ? ആ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2025 ജമ്മു കാശ്മീരിലെ ദാൽ തടാകത്തിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ കായികമേളയിൽ കിരീടം നേടിയത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വയ്ക്കണം. 2025 ഖേലോ ഇന്ത്യ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാലയൻ കിങ് ഫിഷറാണ്. ഏതാണ്? ഹിമാലയൻ കിങ് ഫിഷറാണ്. ഇതുപോലെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, അതിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ, K-ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ ലോട്ടറിയുടെ കേരള ലോട്ടറിയുടെ ഭാഗ്യചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. ഇത് പൂർണ്ണമായില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അടുത്ത ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെട്ടു എങ്കിൽ, അങ്ങനെ ഉപകാരപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, നിങ്ങളത് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനലിനെ മറ്റ് നിങ്ങളുടെ കൂട്ടുകാർ പരിചയപ്പെടുത്തുക കൂടി വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന സഹായം. അപ്പോൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.